ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 തുടങ്ങി 15 അല്ല 16 നമ്പേഴ്സാണ് ഈ ഹെക്സാഡെസിമൽ നമ്പേഴ്സിലുള്ളത്. അതായത് 0 തുടങ്ങി ഡെസിമൽ നമ്പർ 0 തുടങ്ങി 15 വരെ ആണ് നമ്മൾ ഹെക്സാഡെസിമലിലേക്ക് മാറ്റാറ്. അതായത് ടോട്ടൽ 16 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസ് 16 എന്നാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സിനെ പറയുന്നത്. അപ്പോൾ 0 ഇപ്പോൾ നമ്മൾ സാധാരണ നമ്പേഴ്സാണ് ഡെസിമൽ നമ്പേഴ്സ് 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഇത്രയും നമ്പേഴ്സ് ഇത് ഡെസിമൽ നമ്പേഴ്സാണ്. ഇതിന് നമ്മൾ ഹെക്സയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ 0 തുടങ്ങി 9 വരെ സെയിം അതുപോലെ തന്നെ എഴുതും. 0 തുടങ്ങി 9 അതേ നമ്പേഴ്സ് തന്നെ. ഈ 10 തുടങ്ങി 15 വരെയാണ് മാറ്റമുള്ളത്. 10 നമ്മൾ എന്ന് എഴുതും, 11 ബിന്ന് എഴുതും, 12 സിന്ന് എഴുതും, 13 ഡിന്ന് എഴുതും, 14 ഇന്ന് എഴുതും, 15 എഫ് എന്നും എഴുതും. ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് വരുന്നത്. ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. ഏതിലേക്ക്? നമ്മുടെ മൈക്രോ കൺട്രോളേഴ്സിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്നത് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് വെച്ചാണ്. നമ്മൾ അഡീഷനും സബ്സ്ട്രാക്ഷനൊക്കെ അധികവും മൾട്ടിപ്ലിക്കേഷനൊക്കെ ഹെക്സാ നമ്പേഴ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ചാണ് ഡീറ്റെയിൽസാണ് പറയാൻ പോണത്. ഇനി ബൈനറി നമ്പേഴ്സിനെ, അതായത് ഡെസിമൽ നമ്പേഴ്സിനെ ബൈനറി കൺവേർഷൻ ഒന്ന് ആദ്യം നോക്കാം. അതായത് 4 ബിറ്റ് നമ്പേഴ്സ് എടുക്കുക. 4 ബിറ്റ് 4 ബിറ്റുള്ള നമ്പേഴ്സ്. അതായത് അപ്പോൾ അതിന് ഡെസിമൽ നമ്പേഴ്സിനെ നമുക്ക് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടു ബേസ് ആണല്ലോ. ബൈനറി നമ്പർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ബേസാണ്. അപ്പോൾ നമ്മൾ ആദ്യം 2⁻0 എഴുതും, 2⁻1 എഴുതും, 2⁻2 എഴുതും, 2⁻3 എഴുതും. ഇങ്ങനെയാണ് സാധനം കൺവേർട്ട് ചെയ്യണത്. ഈ 2⁻2ൻ്റെ 0ൻ്റെ ഇക്വലൻ്റ് എന്ന് പറഞ്ഞത് 1 ആണ്. നമ്മൾ അതിൻ്റെ എക്സ്പൊണൻഷ്യൽ എക്സ്പൊണൻ്റ് മൾട്ടിപ്ലിക്കേഷനാണത്. അപ്പോൾ 2⁻0 എപ്പോഴും 1 ആണ്. ഏത് നമ്പറിൻ്റെയും ⁻0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്. ഇപ്പോൾ 2⁻2 2 × 2 4, 2⁻3 2 × 2 × 2 8. ഇതാണ് ഡെസിമൽ നമ്പർ. ഇനി നമുക്ക് ഇതിൻ്റെ ബൈനറി നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബൈനറി നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. ഇപ്പോൾ ഡെസിമൽ നമ്പർ 0 എന്ന് വിചാരിക്കുക. ഡെസിമൽ നമ്പർ 0ൻ്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 4 ബിറ്റ് ബൈനറിയിലേക്ക് 0നെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാം 0 തന്നെ ആയിരിക്കണം. ഇപ്പോൾ 2⁻0 എല്ലാം 0. അപ്പോൾ നമ്മൾ ആദ്യം എല്ലാത്തിലും 0 വെച്ച് മൾട്ടിപ്ലൈ ആണ്. ഈ നമ്പറിന് 0 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. വീതി 0 ആണല്ലോ. അപ്പോൾ എല്ലാം 0 ആണോ? 0 0 0 0. അപ്പോൾ അത് 0 കിട്ടി. ഇനി നമുക്ക് 1 ആണ് വേണ്ടത്. 1 കിട്ടണമെങ്കിൽ ഈ ബിറ്റ്, അതായത് ഈ ലാസ്റ്റ് ഈ ബിറ്റ് ഉണ്ടല്ലോ, ഈ ബിറ്റ് ഈ ബിറ്റ് മാത്രം 1 ആക്കുക. ബാക്കി എല്ലാം 0 ആക്കുക. ബാക്കി എല്ലാം 0 ആക്കുമ്പോൾ എന്ത് വരും? അപ്പോൾ അത് 0 0 0 1 എന്ന് പറയുന്നതാണ് 1. ഇനി 2 എങ്ങനെ എഴുതും? 2 എഴുതാൻ ഇതാണല്ലോ 2ൻ്റെ വാല്യൂ, ഇതാണ് 2. ഇതാണ് 2. അപ്പോൾ അത് മാത്രം 1 ആക്കണം. ബാക്കിയെല്ലാം 0 ആക്കണം. അത് 2. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ബൈനറി, 4 ബിറ്റ് ബൈനറി. 4 ബിറ്റ് ബൈനറിയാണ് ഈ കാണുന്നത്. 0 0 0 1 0 4 ബിറ്റ് ബൈനറി. ഇനി 3 എങ്ങനെ എഴുതാം? 3 എഴുതാൻ 3 കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് 2 നമ്പേഴ്സ് കൂട്ടി കഴിഞ്ഞാൽ 3 കിട്ടും. ഇതിൽ 2 ഉണ്ട് 1 ഉണ്ട്. ഈ 2 + 1 എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ഈ 2ൻ്റെ നേരെയുള്ള പൊസിഷനിൽ 1 ഇടും. ഇവിടെ ഈ 1ൻ്റെ പൊസിഷനിൽ 1 ഇടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 2 + 1 ആണ്. ബാക്കിയെല്ലാം 0 എഴുതും. അപ്പോൾ 2 + 1 2 + ഈ ഭാഗത്തിന് എപ്പോഴും 2 ആയിട്ട് കാണാം. ഇത് 1 ആയിട്ട് കാണാം. ഇത് ജസ്റ്റ് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്താണ് പോണത്.
കൂട്ടിപ്പോവാം. അപ്പോൾ 3 കിട്ടും. ഇനി 4 എഴുതുമ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ 4 ആയിട്ട് നമുക്ക് കിട്ടും. 4 ഉണ്ട്. 4ൻ്റെ അവിടെ മാത്രം 1 ഇടാം, ബാക്കി 0 ഇടാം. ഇങ്ങനെ പോവും. അപ്പോൾ ഈ ഒരു നമ്പേഴ്സ് നമ്മളിപ്പോൾ ഏതാ ഇനി 8 എങ്ങനെയാണെന്ന് നോക്കിയാൽ 8 നമ്പർ 8 അപ്പോൾ ഇതിനകത്ത് 8 4 2 1 ഇങ്ങനെയാണല്ലോ. ഇതാണ് ഇതെടുത്ത് എഴുതിയതാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയാണല്ലോ. അപ്പോൾ 8 ആണെങ്കിൽ 8ൻ്റെ അവിടെ മാത്രം 1 ഇടാം, ബാക്കിയെല്ലാം 0 ഇടാം. അപ്പോൾ അത് 8 ആയി. ഹെക്സാഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ എ എടുക്കുക. എയുടെ കേസ് എ എന്ന് പറയുന്നത് 10 ആണ്. എ ഈസ് ഈക്വൽ ടു 10. ഇവിടെ കണ്ടോ, എ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10 എഴുതാം ഇവിടെ. 10 എന്ന് പറയുന്നത് എന്താ, 10 കിട്ടണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, 8ഉം ഈ 2ഉം കൂട്ടിയാലാണ് 10 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 8ൻ്റെ അവിടെ 1 ഇടും, പിന്നെ ഈ 2ൻ്റെ അവിടെ 1 ഇടും, ബാലൻസ് എല്ലാം 0 ഇടും. ഇതാണ് എ. ഇനി ബി നോക്കാം. ബിയുടെ കേസിൽ ബി എന്ന് പറയുന്നത് 11 ആണ്. 11 എങ്ങനെ എഴുതാം, 11 എന്ന് പറഞ്ഞാൽ 10 + 1 ആണ്. അപ്പോൾ 8 2 10, പിന്നെ 10 + 1 8, 2 10 1 11. അപ്പോൾ 8 എഴുതാം, 2 എഴുതാം, 1 എഴുതാം. അപ്പോൾ ബാലൻസ് 0 എഴുതാം. അത് ബി ആയി. അതുപോലെ എഫ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15. എഫ് 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 4 12 2 14 1 15. അപ്പോൾ 8ൻ്റെ അവിടെ 1 1 1 1 എല്ലാം 1 ആയിരിക്കണം. അപ്പോൾ എഫ് ആയി. ഇങ്ങനെയാണ് 4 ബിറ്റ് ബൈനറിയിലേക്ക് ഹെക്സാഡെസിമൽ കൺവേർട്ട് ചെയ്യണത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരെണ്ണമാണ്. പിന്നെ ഉള്ളത് നമ്മുടെ മൈക്രോ കൺട്രോളർ 8 ബിറ്റാണ്. അപ്പോൾ 8 ബിറ്റിൽ 2 ഹെക്സാ നമ്പേഴ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 8 ബിറ്റ് വരെയൊക്കെ ആണെങ്കിൽ 8 ബിറ്റാന്ന് വിചാരിക്കുന്നത്. എയ്റ്റ് ബിറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ 4 ബിറ്റ് 4 ബിറ്റായിട്ടാണ് തിരിക്കുക. 4 ബിറ്റായിട്ട് തിരിക്കുമ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു ഡി ഇ ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്നത് 13 ആണ്. 13 എന്ന് പറഞ്ഞാൽ 8ഉം 4ഉം 12 1ഉം 13. അപ്പോൾ ആദ്യത്തെ 8ൻ്റെ അവിടെ 1 ഇടുക, 8 4 12 1 13. ശരിയല്ലേ, 13. പിന്നെ ഇ എന്ന് പറയുന്നത് 14 ആണ്. 14 എന്ന് പറയുമ്പോൾ ഇത് 3 1 ഈ 8ഉം 4ഉം 12ഉം 2ഉം 14 1 1 1 0. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എഴുതുന്നത്. അപ്പോൾ 4 ബിറ്റ് വെച്ചിട്ടാണ് എഴുതേണ്ടത്. ഇതിന് ഒരു നമ്പറിന് ആദ്യം 4 ബിറ്റായിട്ട് തിരിക്കുക, അടുത്ത നമ്പറിന് 4 ബിറ്റായിട്ട് തിരിക്കുക. ഇങ്ങനെയാണ് 8051 മൈക്രോ കൺട്രോളറിൻ്റെ രജിസ്റ്റേഴ്സൊക്കെ 8 ബിറ്റാണ്. അതായത് ഇതിന് ഈ മൈക്രോ കൺട്രോളറിന് 8 ബിറ്റ് പ്രോസസ്സ് ചെയ്യാൻ അറ്റ് എ ടൈം 8 ബിറ്റാണ് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ രജിസ്റ്റേഴ്സും 8 ബിറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് ധാരണ നമുക്ക് വേണം മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യണതിന് മുമ്പ്. ഇത്രയുള്ളത്.